ഒരു കാര്യം ഈ സർക്കാർ തിരുത്തുന്നില്ല, ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ CPI എന്തായിരിക്കും? മന്ത്രിമാര് ക്യാബിനറ്റിൽ നോക്കാം. അല്ല എന്താ ബ്രൂവറിയിലിങ്ങനെ പറഞ്ഞു മറ്റു ബ്രൂവറിയിൽ ഇവിടെ കൂടിയ LDFന്റെ യോഗത്തിൽ ചർച്ചയ്ക്ക് ശേഷം തീരുമാനിച്ചത് കുടിവെള്ളത്തെയും കൃഷിഭൂമിയെയും ബാധിക്കുന്ന വിധത്തിലെ പദ്ധതി കൊണ്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ പോയാൽ അപ്പം കാണാം. അങ്ങനെ പോയാൽ അപ്പം കാണാം. നോക്കാം നമുക്ക്. 28-ാം തീയതി കമ്മിറ്റി ഉണ്ടല്ലോ. 27-ാം തീയതി നെവർ. ആര് പൊതുസമൂഹത്തിന്റെ കുത്തക നിങ്ങൾക്കുണ്ടോ? ഉണ്ടോ? പൊതുസമൂഹത്തിന്റെ കുത്തക താങ്കൾക്കുണ്ടോ? എനിക്കുമില്ല. പക്ഷേ പൊതുസമൂഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദരവോടെ കാണും. ആ പൾസ് വായിക്കാൻ CPIക്കും അറിയാം. അല്ല, ഇത് നിരന്തരം അവഹേളിക്കപ്പെടുക. ഇല്ലല്ലോ, അങ്ങയുടെ സമീപത്തിരിക്കുന്ന മന്ത്രി അടക്കമുള്ള ആളുകൾ ക്യാബിനറ്റ് ഉന്നയിച്ചിട്ടും ഇരുട്ടു നിർത്തി തീരുമാനം എടുത്തിട്ട് CPIക്ക് പിന്നെ ഇതിനപ്പുറത്തേക്ക് ആ തെറ്റ് തന്നെയാണ്. അത് പാർട്ടി നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അജിത നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അല്ല, അങ്ങയുടെ മന്ത്രിമാരെ ഇനി ക്യാബിനറ്റിലേക്ക് അയക്കുക തിരുത്തുന്നവരെ 27-ന്റെ യോഗത്തിന് ശേഷം പറയാം. അതാണ് പാർട്ടി. ശ്രീജിത്തോ അജിതയോ ബിജു ഒക്കെ പറയുന്നതൊക്കെ ഞങ്ങൾ ജഗത്തോടെ കേട്ടു. മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്വം എന്താണ് എന്നാണ് ചോദിച്ചത്. അങ്ങനെ കൂട്ടുത്തരവാദിത്വമില്ലാത്ത ഒരു മന്ത്രിസഭയ്ക്ക് CPI 4 മന്ത്രിമാരെ ഇരുത്തുന്നത് എന്തിനാണ് ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നത്? എന്ത് ഗവൺമെന്റ് ആണെന്ന് അന്ന് ചോദിച്ചു. ഇതെന്തൊരു സർക്കാരാണ്? ഈ ശൈലി മാറിയേ തീരൂ. നോക്കാം നമുക്ക്. ശൈലി മാറിയില്ലെങ്കിൽ അപ്പോൾ നോക്കാം. ശൈലി മാറിയില്ലെങ്കിൽ അപ്പോൾ നോക്കാം. അജിതേ, ശൈലി മാറാത്ത പക്ഷെ അപ്പോൾ നോക്കാം. CPIക്ക് ഒരു വാക്ക് കളതലുണ്ടാകും. നമുക്ക് നോക്കാം. ശൈലി മാറ്റം നയവിഷയങ്ങളിൽ ആവശ്യമായ ചർച്ചയാണ് ശൈലി മാറ്റം. ഞാൻ പൂർത്തിയാക്കട്ടെ. ഘടക പാർട്ടികളെ എല്ലാവരെയും വിശ്വാസത്തിലെടുക്കലാണ് ശൈലി മാറ്റം. മന്ത്രിസഭയെ സഹമന്ത്രിമാരുടെ അഭിപ്രായങ്ങളെ മാനിക്കലാണ് കൂട്ടുത്തരവാദിത്വം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ CPIക്ക് വേണ്ടി നിലപാട് പറഞ്ഞു. LDF കഴിഞ്ഞിട്ട് കത്ത് കൊടുത്തിട്ടുണ്ട്. LDF ആണ് ഗവൺമെന്റ് നയിക്കുന്നത്. അതൊക്കെ എല്ലാവർക്കും അറിയാം. LDFന്റെ കൺവീനർക്ക് CPM സെക്രട്ടറി കത്ത് കൊടുത്തിട്ടുണ്ട്. അഖിലേന്ത്യാ സെക്രട്ടറി D രാജയ്ക്ക് നൽകിയ ഒരു കത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അല്ലാതെ സംസ്ഥാന പാർട്ടി ഓൾ ഇന്ത്യ പാർട്ടി അയച്ച കത്താണ്. ആ കത്തിൽ പരാമർശമുണ്ട്. അച്ഛന രീതിക്ക് ഒരു കോൺസ്പിററ്റോറിയൽ സ്വഭാവത്തെ പറ്റി പറയുന്നുണ്ട്. ചർച്ചയിലായി തന്നെ. ഇന്ന് അങ്ങ് ഇതിനോടുള്ള എതിർപ്പും വീണ്ടും രേഖപ്പെടുത്തിയ ശേഷം 3 നേതാക്കൾ പ്രതികരിച്ചു. CPMന്റെ ഭാഗത്ത് പാർട്ടി സെക്രട്ടറി പ്രതികരിക്കുന്നു, TP രാമകൃഷ്ണൻ പ്രതികരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മന്ത്രി തന്നെ പ്രതികരിക്കുന്നു. ആരും തന്നെ ഇത് പിൻവലിക്കുമെന്നോ ഈ തീരുമാനത്തിൽ നിന്ന് അണുവിടത്തിൽ പിന്നോട്ട് പോകുന്നോ NEP നടപ്പിലാക്കില്ല എന്ന് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യം ഞാനും കേട്ടു. ഞങ്ങൾ കാത്തിരിക്കുന്നു. 27-ന്റെ എക്സിക്യൂട്ടീവ് വെച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളല്ല. കേന്ദ്രത്തിന്റെ വിവിധ പദ്ധതികളിൽ ഏകദേശം 8000 കോടി രൂപ പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ വെച്ച് നമുക്ക് തരാതെ ലഭ്യമല്ലാതെ ഇരിക്കുന്നു. അതിൽ CPIക്കും CPMനും LDFിനൊക്കെ ഒരേ അഭിപ്രായമാണ്.
കടുത്ത എതിർപ്പുണ്ട്. കടുത്ത എതിർപ്പുണ്ട്. ഇത് മറികടക്കാൻ എന്ത് പ്രായോഗികമായി ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയും പറഞ്ഞത് ഈ മാനദണ്ഡങ്ങൾ, വിവിധ മാനദണ്ഡങ്ങൾ, അതിൽ CPIക്ക് സമാനമായ എതിർപ്പാണുള്ളത്. അതിൽ CPI എന്നോ CPI എന്നോ വ്യത്യാസമില്ല. പക്ഷെ ഇത് മറികടക്കാനുള്ള പ്രായോഗികമായിട്ടുള്ള വഴികളാണ് തേടുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത് എങ്ങനെയാണ് പ്രായോഗികമായി നമുക്ക് മറികടക്കാനാണ്? നമ്മളിതിൽ ഒപ്പുവെക്കുമ്പോഴത്തേക്കും 168 ബ്ലോക്കുകളിൽ 2 സ്കൂളുകൾ വീതം 336 സ്കൂളുകളിൽ കുറച്ച് പണം കിട്ടും. ആ പണം 1 കോടിയാണ് മാക്സിമം. 1 കോടി. ആ പണത്തിൻ്റെ മാത്രം പ്രലോഭനത്തിലോ കളക്കത്തിലോ നമ്മൾ ഈ പറയുന്ന RSSൻ്റെ നയത്തിൻ്റെ മുമ്പിൽ, അതും വിദ്യാഭ്യാസ രംഗത്തെ സിലബസും കരിക്കുലവും അടക്കമുള്ള കാര്യങ്ങളിൽ തലകുറിച്ച് കൊടുത്താൽ അതിൻ്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതത്തെപ്പറ്റി ചിന്തിക്കാൻ CPIക്കും CPMനും മറ്റാരേക്കാളും കടമയുണ്ട്. അതാണ് CPI നിലപാട്.